ഹലോ. അപ്പോൾ ഇത് ഗണപതിപ്പുലേ വെക്കേഷൻ്റെ ഡേ 2 ഈവനിങ് ആയി. ലഞ്ച് കഴിഞ്ഞ് നമ്മൾ കുറച്ച് നേരം കിടന്നുറങ്ങി. ഇനി നമ്മൾ ഗണപതിപ്പുലേ ടെമ്പിളിലേക്ക് പോവാണ്. അപ്പോൾ നമ്മുടെ റിസോർട്ടിൽ നിന്ന് ഈ സീ സൈഡിൽ കൂടെ ഇങ്ങനെ നടന്നാൽ നമുക്ക് ടെമ്പിളിൻ്റെ അവിടേക്ക് എത്താൻ പറ്റും. അല്ലാതെ നോർമൽ വഴിയുണ്ട്, പക്ഷെ അത് കുറച്ച് എന്താണ് കയറ്റം ഇറക്കമൊക്കെ ഉണ്ട്. അപ്പം സീ സൈഡ് ആകുമ്പോൾ നമുക്ക് സീ ഷോറൊക്കെ ഇങ്ങനെ എൻജോയ് ചെയ്ത് ഇങ്ങനെ പോകാമല്ലോ. അങ്ങനെ നമ്മൾ നടക്കുകയാണ്. അവിടുന്ന് അങ്ങോട്ട് ഗണപതിപ്പുലേ ബീച്ച് ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അപ്പോൾ അവിടെ ഇങ്ങനെ കുറേ ആക്ടിവിറ്റീസും ഇങ്ങനെ കുറേ റൈഡ്സും കാര്യങ്ങളും എല്ലാം ഉണ്ട്. പിന്നെ അറൗണ്ട് സൺസെറ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. 7 o'clock ടെമ്പിളിൽ ആരതി. അപ്പോൾ നമ്മൾ ആ ടൈമിലേക്കാണ് പോകാൻ നിൽക്കുന്നത്. പിന്നെ അവിടെ കുറേ ഒട്ടകങ്ങളും കുതിരയും എല്ലാം ഇങ്ങനെ പാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ റൈഡ് എടുക്കാം. പിന്നെ നമ്മുടെ ലക്ഷ്യം ടെമ്പിളാണല്ലോ, അപ്പോൾ നമ്മൾ വേഗം ടെമ്പിളിലേക്ക് നടന്നു. ഒന്ന് കുറച്ച് നടക്കാനുണ്ട്. അങ്ങനെ ടെമ്പിളിലെത്തി. ഇതാണ് ടെമ്പിളിൻ്റെ ഫ്രണ്ട് വ്യൂ. ദെൻ അവിടെ ഒരു എലിക്കുഞ്ഞിനെ സ്റ്റാച്ചു വെച്ചിട്ടുണ്ട്. ഗണപതിയുടെ വാഹനമാണല്ലോ എലി. അപ്പം അതിൻ്റെ ചെവിയിലൊക്കെ ആളുകൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. പിന്നെ നമ്മൾ കാലൊക്കെ കഴുകി, കൈയും കാലും മുഖമൊക്കെ കഴുകി അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറാണ്. വലിയ ക്യൂ ഒന്നുമില്ല. ഇതാണ് മൂർത്തിയുടെ ഇത് കാണിക്കുന്നത്, ലൈവായിട്ട് കാണിക്കുകയാണ്. നമ്മൾ ക്യൂ നിൽക്കുമ്പോഴും നമുക്ക് മൂർത്തിനെ ഇങ്ങനെ ശാന്തി ഇങ്ങനെ പൂജ ചെയ്യുന്നത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. പിന്നെ കുറച്ച് ദൂരം നടന്നു. ഇവിടുന്ന് അപ്പുറത്തേക്ക് നമ്മുടെ മൊബൈൽ ഫോൺസ് ഒന്നും അലൗഡല്ല. പുറത്ത് നിന്ന് മാത്രമേ നമുക്ക് വീഡിയോസൊക്കെ എടുക്കാൻ പാടുള്ളൂ. അത് അധികം എല്ലാ സ്ഥലത്തും അങ്ങനെ തന്നെയാണല്ലോ. അപ്പം ഇതാണ് അതിൻ്റെ ഒരു ഡിസ്റ്റൻറ്റ് വ്യൂ ടെമ്പിളിൻ്റെ ഉള്ളിലേക്കുള്ള. നമ്മൾ തൊഴുതിട്ട് പുറത്തെത്തിട്ടോ, അപ്പുറത്തെ സൈഡെത്തി. അതാണിത്. ഇതാണ് ടെമ്പിളിൻ്റെ വ്യൂ. അത്യാവശ്യം നല്ല വെളുപ്പുള്ള ടെമ്പിളാട്ടോ. ഇത് കാണുന്നത് കടലാണ്. രാത്രി ആയതുകൊണ്ട് നമുക്ക് അത്ര കാണാൻ പറ്റുന്നില്ല. ഡേ ടൈമിൽ നമുക്ക് ഒരു തവണയും കൂടെ വരേണ്ടി വരും ഈ വ്യൂ ഒക്കെ കാണാൻ വേണ്ടിയിട്ട്. നേരെ കടലിലേക്കാണ് ഒരു ഗേറ്റ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. പിന്നെ അവിടെ ഇങ്ങനെ കുറേ കാവിങ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇത് നമ്മുടെ മണ്ണിൽ ചുട്ടെടുത്ത അതുപോലെ ഉണ്ട് കേട്ടോ കാണാൻ. ഈ കാവിങ്സ് എല്ലാം നല്ല ഭംഗിയില്ലേ, കൊത്തുപണികളൊക്കെ. പിന്നെ നമ്മൾ ടെമ്പിളിൻ്റെ ഉള്ളിൽ കയറിയപ്പം ആരതിയിലൊക്കെ ടേക്ക് പാർട്ട് ചെയ്തു കേട്ടോ. കുറച്ച് നേരം ആരതിയിലൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മളിപ്പം പുറത്തേക്ക് ഇറങ്ങിയത്. പിന്നെ നമ്മൾ അവിടെ കുറേ നേരം ഇരുന്നു. കുറേ പേര് അവിടെ ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു, അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഇങ്ങനെ ഈ സൈഡിലിരിക്കുമ്പം ഈ സീ ഷോർ എന്നുള്ള ഈ ഒരു വേവ്സിൻ്റെ സൗണ്ടും എല്ലാം നല്ലൊരു ഇതായിരുന്നു. അത് ആ റെഡ് കളറിൽ കാണുന്നതാണ് മൂർത്തി. പിന്നെ ഇതിൻ്റെ ഇവിടുത്തെ കുറച്ച് ആർക്കിടെക്ചറൽ സംഭവങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. സോപാനത്തിൻ്റെ മുകളിലെ വർക്കാണ് കേട്ടോ. പിന്നെ മൊത്തം ഇതേപോലെയുള്ള ഈ അമ്പലം മൊത്തം ഇങ്ങനത്തെ വർക്കുകളാണ് ചുറ്റൂടും ഉള്ളത്. പിന്നെ നമ്മൾ അവിടെ മഹാപ്രസാദിൻ്റെ ക്യൂവിലേക്കാണ് നമ്മൾ അറിയാതെ എത്തിപ്പെട്ടതാണ്. അങ്ങനെ മഹാപ്രസാദ് കഴിക്കാൻ വിചാരിച്ചു. അവിടെ ഫുഡ് 3 നേരം ഫുഡ് ഉണ്ടെന്ന് തോന്നുന്നു. അപ്പം ഈവനിങ്ങിൽ ഫുഡ് നമ്മൾ കഴിച്ചിട്ട് പുറത്തിറങ്ങി. പിന്നെ അവിടെ ഒരു പുതിയ ഭക്തനിവാസ് ഉണ്ടാക്കാനുള്ള അതിൻ്റെ മോഡലൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഡൊണേറ്റ് ചെയ്യാം ഭക്തനിവാസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള അതിലേക്കുള്ള
എമൗണ്ട്. പിന്നെ അതിൻ്റെ പുറത്ത് കുറച്ച് ഷോപ്പിങ്ങിൻ്റെ കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഞാനിതായി ക്യൂട്ടായിട്ടുള്ള ഈ കീ ചെയിൻസ് ഒക്കെ വാങ്ങിച്ചു എൻ്റെ ബാഗിനിടാൻ വേണ്ടിയിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ബാഗിൻ്റെ മുകളിൽ ഇങ്ങനെ ക്യൂട്ട് ആയിട്ടുള്ള ഓരോ കീ ചെയിൻസ് ഒക്കെ ഇടാൻ വേണ്ടിയിട്ട്. പിന്നെ അതിൻ്റെ ചുറ്റും നമുക്ക് റൗണ്ട് അടിക്കാൻ വേണ്ടി വലിയ റൗണ്ട് അടിക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യം ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ഇങ്ങനെ ചെറിയ കുറച്ച് സ്ഥലം കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ഗണപതിയുടെ ഒരു ഇത് വെച്ചിട്ട് ഉണ്ട്. പിന്നെ നമ്മളിതാ നമ്മുടെ സ്റ്റേ ചെയ്യുന്ന റിസോർട്ടിലേക്ക് എത്തി. അതിൻ്റെ ഉൾവശ ഒരു നൈറ്റ് വ്യൂ ആണ് കേട്ടോ ഈ കാണുന്നത്. അത് വലിയ, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞല്ലോ, വലിയൊരു 1 to 2 acres ലാൻഡിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ നൈറ്റിൽ ലൈറ്റൊക്കെ ഇട്ടപ്പോഴുള്ള ഇതാണത്. അപ്പം നമ്മൾ നമ്മുടെ ബാംബു ഹട്ടിലേക്ക് ഇനി പോവുകയാണ്. അങ്ങനെ നമ്മുടെ ബാംബു ഹട്ടിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. പിന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ റൂമിലേക്ക് കയറില്ല, കുറച്ച് നേരം അവിടെ പുറത്തൊക്കെ നടക്കാമെന്ന് വിചാരിച്ചു. ഹട്ടിൻ്റെ പുറത്തെ വ്യൂവും പിന്നെ കുറച്ച് അവിടെ നല്ല കാമിങ് ആണ് കേട്ടോ. രാത്രി ആകുമ്പം അധികം സൗണ്ടോ ഡിസ്റ്റർബൻസോ ഒന്നുമില്ല. നമുക്ക് ആകെ കേൾക്കാൻ പറ്റുന്നത് ആ വേവ്സിൻ്റെ സൗണ്ട് മാത്രം. നല്ല രസമാണ്. പിന്നെ ഇതേപോലെ കുറേ ലൈറ്റ്സിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. നേരത്തെ കാണിച്ചാലും ബോട്ട് ക്ലബിൻ്റെ സംഭവം. പിന്നെ ഇത് കണ്ടോ, ഈ ചന്ദ്രൻ ഒരു പ്രത്യേക ഭംഗിയില്ലേ, ഞാൻ വീഡിയോ എടുത്തതാണ്. പിന്നെ വേവ്സിൻ്റെ സൗണ്ടൊക്കെ നമുക്ക് കേൾക്കാൻ പറ്റും. പിന്നെ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു. പിന്നെ ഇന്നലത്തെ പാട്ട് ഞാൻ ഒന്നും കൂടെ പാടി. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ ഡേ ബൈ. चांदनिया चुप जाना रे